വളരെ ഈസിയായി സൗജന്യമായി എങ്ങനെ ഒരു ചങ്ങാടം ഉണ്ടാക്കാമെന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ വാഴക്കൃഷി, വാഴയുടെ, അതും നമ്മുടെ മൈസൂർ വാഴയുടെ, ഉലച്ച വാഴയുടെ പാണ്ടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ചങ്ങാടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സൗജന്യമായി എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വാഴകൾ തമ്മിൽ വെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അടുപ്പിച്ച് വെക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു കോല് രണ്ട് ഭാഗത്തും അടിച്ചു കയറ്റുക. കോൽ കയറ്റുന്ന സമയത്ത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഒരു ലേശം കൊണ്ട് കവിഞ്ഞിരിക്കണം, എന്നെങ്കിൽ മാത്രമേ ഇത് പിടിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴും. ഇത് പ്രധാനമായും എവിടെയാണ് നിങ്ങൾ നീന്താൻ ഉദ്ദേശിക്കുന്നത്, ആ നീന്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആദ്യം നിങ്ങൾ ഇതുപോലെ പാണ്ടി കൊണ്ടുപോവുക. പാണ്ടി കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇതേമാതിരി കൂട്ടാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഭാരമാണിത്. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണ് നീന്തുന്നത് ആ സ്ഥലത്ത് പാണ്ടി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നിങ്ങൾ ഇത് ജോയിന്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാം. ഇത് പണ്ട് കാലം മുതലേ ഇത് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഇത് എല്ലാവരും മറന്നു പോയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പാണ്ടിയുടെയും ഇതിന്റെ മൂട് ഭാഗം ഇവിടെയാണ്, തലഭാഗം ഇവിടെയാണ്. അടുത്ത പാണ്ടി നമ്മൾ വെക്കുമ്പോൾ നമ്മൾ മൂട് ഭാഗം ഇവിടെ വെക്കണം, തലഭാഗം ഇവിടെ വെക്കണം. അപ്പോഴേ ഇത് സെയിമായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു മൂട് ഒരു ദിശയിലാണെങ്കിൽ മറ്റേ മൂട് മറ്റുള്ള ദിശയിലാവണം. എന്തെങ്കിലും മാത്രമേ ഇത് വീതി തുല്യമായി കിട്ടുകയുള്ളൂ. മൈസൂർ വാഴയാണ് ഇതിന് പ്രധാനമായി എടുക്കേണ്ടത്. എത്രത്തോളം വാഴ വെക്കുന്നതോ അത്രത്തോളം വീതി കിട്ടും. ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും നീന്താൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. നിങ്ങൾ നീന്താൻ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഒരു കുട്ടിയെ നീന്താൻ പഠിപ്പിക്കുമ്പോൾ അത് നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, നീന്താൻ പഠിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ നമ്മുടെ വിപണിയിൽ വാങ്ങാൻ കിട്ടും. അത് ധരിച്ചിട്ട് മാത്രമേ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ നീന്താൻ പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു രക്ഷ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അത് അപകടത്തിൽ പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉപയോഗിച്ച് മാത്രം നീന്താൻ പഠിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് അനുകരിക്കാവുന്നതാണ്. ഒരു മാസം, 1.5 മാസം, 2 മാസം വരെ ഇത് കേടുകൂടാതെ വെള്ളത്തിൽ നിൽക്കുന്നതാണ്. ഇത് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ നല്ല വാഴക്കൊല വെട്ടിയതിന് ശേഷം ഒരു ആഴ്ചൻ്റെ ഉള്ളിലുള്ള വാഴ മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ചീയരുത്. ചീഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോല് വെച്ച് തറക്കുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ഒലിവുള്ള സ്ഥലത്ത്, വളരെ ശക്തമായി കുത്തൊഴുകുന്ന സ്ഥലത്ത് ഇതിന് നീന്താൻ പറ്റുകയില്ല. കാരണം ഈ പാണ്ടി അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സ്ഥലം മുതൽ അവസാനം വരെ പാണ്ടി ഒഴുകി പോകുന്നതാണ്. വീണ്ടും ആ സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ പാണ്ടി വീണ്ടും ചുമന്ന് കൊണ്ടുവരേണ്ടതാണ്. ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് കായൽ, കുളം പോലുള്ള ഒഴുക്കില്ലാത്ത, വളരെ ഒഴുക്ക് കുറഞ്ഞ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കാറ്. കുത്തിനുള്ള സ്ഥലത്ത് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് കയറ് കെട്ടി വലിച്ച് വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകണം. ഈ 2 ഭാഗത്തും കയറ് കെട്ടണം നല്ലതാണ്. കാരണം ഇത് ഒരിക്കലും വിടുകയില്ല. എന്നാലും കയറ് കെട്ടിക്കഴിഞ്ഞാൽ വളരെ സേഫ്റ്റിയാണ്. ഭയങ്കര വെയിറ്റാണിത്. അതുകൊണ്ട് നിങ്ങൾ ഈ പാണ്ടി ഉണ്ടാക്കി നീന്താൻ ശ്രമിക്കൂ. വളരെ രസകരമാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ വളരെ അധികം നീന്തിയ ഒരു പ്രതിഭാസമാണ്. ഓക്കെ, താങ്ക് യു.